ഏവർക്കും ലേൺ വിത്ത് രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. HSA പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC 2016 നടത്തിയ HSA ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം പരീക്ഷയിലെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ വിശകലനമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യം ഇതായിരുന്നു: വിച്ച് ഓഫ് ദ അക്കാഡമിക് ക്വാളിറ്റീസ് knowledge, skill, attitude, aptitude of a student can be improved by learning? A. Knowledge only. B. Knowledge and skill only. C. Knowledge, skill and attitude only. D. Knowledge, skill, attitude and aptitude. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ സി, നോളേജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ചോദ്യം ഇതായിരുന്നു: ഏത് അക്കാഡമിക് ക്വാളിറ്റീസാണ് ലേണിങ്ങിലൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? പഠനത്തിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന അക്കാഡമിക് ക്വാളിറ്റീസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നിട്ടുണ്ട്. നോളേജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് ഇവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോളേജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിൽ ഏതൊക്കെ അക്കാഡമിക് ക്വാളിറ്റീസാണ് കുട്ടികൾക്ക് പഠനത്തിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ്. നമുക്കെല്ലാം അറിയാം, പഠനത്തിലൂടെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു അക്കാഡമിക് ക്വാളിറ്റീസാണ് നോളേജ് എന്നത്. സ്കില്ലും അതുപോലെ തന്നെ പഠനത്തിലൂടെ ഇംപ്രൂവ് ചെയ്യുന്ന അക്കാഡമിക് ക്വാളിറ്റീസാണ്. ആറ്റിറ്റ്യൂഡും പഠനത്തിലൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട അക്കാഡമിക് ക്വാളിറ്റീസാണ്. നോളേജ് എന്നത് കോഗ്നിറ്റീവ് ഡൊമെയിനിലും, സ്കിൽ എന്നത് സൈക്കോമോട്ടർ ഡൊമെയിനിലും, ആറ്റിറ്റ്യൂഡ് എന്നത് അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്ന അക്കാഡമിക് ക്വാളിറ്റീസാണ്. എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഒരു ലേണിങ്ങിലൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു അക്കാഡമിക് ക്വാളിറ്റീസ് അല്ല. അഭിരുചി എന്നത് തൊഴിലിനോട് അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനുള്ള കഴിവ്, അടിസ്ഥാന കഴിവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നേടിയെടുക്കുന്നത് പഠനത്തിലൂടെയല്ല. അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ജന്മന അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു തൊഴിലോടുള്ള അഭിരുചി എന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ നോളേജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ് എന്നത്. 17ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി മോസ്റ്റ് എഫക്റ്റീവ്ലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ്? A. Online learning. B. Simulation exercise. C. Individual laboratory work. And D. Demonstration. ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഡി, ഡെമോൺസ്ട്രേഷൻ. ചോദ്യം ലെക്ചർ മെത്തേഡിനോട് കൂടി ചേർന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കാവുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെക്ചർ മെത്തേഡിനോട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓൺലൈൻ ലേണിങ്ങോ സിമുലേഷനോ ഇൻഡിവിജ്വൽ ലബോറട്ടറി അല്ല, ഡെമോൺസ്ട്രേഷനാണ്. ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡായിരുന്നു. അപ്പോൾ ലെക്ചറിങ്ങിനോടുകൂടി ഡെമോൺസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഡി. 18ാമത്തെ ചോദ്യം ഇതാണ്: എ സ്റ്റുഡൻറ്റ് ഹാസ് ദ നോളേജ് ഓഫ് ദ ടൈപ്സ് ഓഫ് ടെസ്റ്റസ്, അസൈൻമെൻറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിച്ച് ഹി ഹാസ് ടു ബി തറോ വിത്ത്. ഹി ഓൾസോ നോസ് ഹൗ ടു യൂസ് ഹിസ് സ്കിൽസ് ടു മാസ്റ്റർ ദം. വാട്ട് ടൈപ്പ് ഓഫ് നോളേജ് ഈസ് ദിസ്? എ. പ്രൊസീജിയറൽ. ബി. മെറ്റാകോഗ്നിറ്റീവ്. സി. ഫാക്ച്വൽ. ആൻഡ് ഡി. കോൺസെപ്ച്വൽ. ആൻസർ ഏതാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ബി, മെറ്റാകോഗ്നിറ്റീവ്. നമുക്ക് പൊതുവെ നോളേജുകളെ 4 തരത്തിൽ പറയാം: കോൺസെപ്ച്വൽ, ഫാക്ച്വൽ, പ്രൊസീജറൽ, മെറ്റാകോഗ്നിറ്റ്. മെറ്റാകോഗ്നിറ്റീവ് എന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് നോളേജ് ആണ്. കോൺസെപ്ച്വൽ നോളേജ്
കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിലൂടെ, ആശയം പഠിക്കുന്നതിലൂടെ കുട്ടിയിൽ കിട്ടുന്നതാണ് കോൺസെപ്ച്വൽ നോളജ്. ഫാക്ച്വൽ നോളജ് ഫാക്റ്റിൻ്റെ പഠനത്തിലൂടെ, ഫാക്ട്സുകൾ പഠിച്ചെടുക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നതാണ്. പ്രൊസീജിയർ നോളജ് പ്രോസസ്സിലൂടെ ലഭിക്കുന്നതാണ് പ്രൊസീജിയർ നോളജ്. മെറ്റാകോഗ്നിറ്റീവ് എന്ന് പറയുന്നത് ചിന്തയിലൂടെ ലഭിക്കുന്നതാണ്. 4 തരത്തിലുള്ള നോളജാണ് ഇവിടെ ലഭിക്കുക. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് തൻ്റെ സ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതിലെങ്ങനെ മാസ്റ്ററി ആകണമെന്നും അതുപോലെ തന്നെ ടോപ്പിക്സിനെ കുറിച്ചും അസൈൻമെൻറ്റ്സിനെ കുറിച്ചും ടെസ്റ്റുകളെക്കുറിച്ചും തറോ നോളേജ് ഉണ്ട് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും തൻ്റെ സ്കിൽ എന്താണെന്നും താൻ അതിലെങ്ങനെ മാസ്റ്ററി ആവണമെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു നോളേജ് ഉണ്ടെങ്കിൽ അതെല്ലാം ബിയോണ്ട് ദ കോൺസെപ്ച്വൽ, ഫാക്ച്വൽ ആൻഡ് പ്രൊസീജിയറലാണ്. അതുകൊണ്ട് നമുക്കതിനെ മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറയാം. എന്താണ് മെറ്റാകോഗ്നിഷൻ? മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് അബൌട്ട് വൺസ് തിങ്കിങ് എന്നാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. മെറ്റാകോഗ്നിഷൻ മീൻസ് ഹൗ വി മോണിറ്റർ ആൻഡ് കൺട്രോൾ അവർ മെൻ്റൽ പ്രോസസ്സ്. നമുക്ക് നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെ, ചിന്തകളെ നിയന്ത്രിക്കുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു എന്നതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള നമുക്കുള്ള അവയർനെസ്സാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നു, എനിക്ക് എന്ത് കഴിവുണ്ട്, എനിക്ക് എങ്ങനെ അത് ആർജിച്ചെടുക്കാൻ സാധിക്കും, എൻ്റെ നോളേജ് എന്താണ്, എനിക്കെങ്ങനെ ഒരു സെമിനാർ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെ സെമിനാറിനെ കുറിച്ച് എൻ്റെ അവയർനെസ് എന്താണ് എന്നെനിക്ക് ബോധമുണ്ടെങ്കിൽ അതിനെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയാം. മെറ്റാകോഗ്നിഷൻ മീൻസ് ആൻ അവയർനെസ് ഓഫ് തോട്ട് പ്രോസസ്സ് എന്നാണ് പറയുക. നമ്മുടെ ചിന്തയെക്കുറിച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ അത് മെറ്റാകോഗ്നിഷനാണ്. നമുക്ക് മെറ്റാകോഗ്നിഷനെ നോവിങ് അബൌട്ട് നോവിങ് എന്ന് പറയാം. അറിയുന്നതിനെ അറിയുക, എനിക്ക് എന്തറിയാമെന്ന് എനിക്കറിയാം, അതാണ് നോവിങ് അബൌട്ട് നോവിങ് എന്ന് പറയുന്നത്. ഓർ ലേണിംഗ് ടു ലേൺ. ഇറ്റ്സ് എ ഹയർ ഓർഡർ തിങ്കിങ് ആണ് മെറ്റാകോഗ്നിഷൻ. റിഫ്ലക്റ്റീവ് തിങ്കിങ് ഓർ ബിഗ് തിങ്കിങ് ഓർ എക്സിക്യൂട്ടീവ് തിങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മെറ്റാകോഗ്നിഷനെ പറയാം. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ ടു യൂസ് സ്കിൽസ് ആൻഡ് മാസ്റ്റർ ദം എന്ന, എങ്ങനെ ഈ സ്കിൽ ഉപയോഗിക്കണം, അല്ലെ അതെങ്ങനെ മാസ്റ്ററി ആക്കണം എന്നും ഈ പറയുന്ന അസൈൻമെൻറ്റിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചും ടെസ്റ്റുകളെക്കുറിച്ചും ഒക്കെ എനിക്ക് അവെയർനെസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ബിക്കോസ് അവെയർ ഓഫ് തോട്ട് പ്രോസസ്സാണ്. ഓർ ലേണിംഗ് ടു ലേൺ അല്ലെങ്കിൽ നോവിങ് അബൌട്ട് നോവിങ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയാം. നമ്മുടെ ചിന്തയെ, നമ്മുടെ ബോധത്തെ, നമ്മുടെ അറിവിനെക്കുറിച്ച് നമ്മൾ ബോധവാനാണെങ്കിൽ ആ ചിന്തയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയും. അടുത്ത ചോദ്യം ഇതാണ് 19. എ കോട്ട് ഫ്രം എ ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് ഈസ് ഗിവൺ. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ കോട്ട്. But once we realize that the people have very different kinds of minds, different kinds of strengths. Some people are good in thinking spatially, some in thinking language, others are very logical, other people need to be hands-on and explore actively and try things out. Then education, which treats everybody the same way, is actually the most unfair education. A. Howard Gardner, B. Jean Piaget, C. Jerome Bruner, D. Vygotsky. ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ എ ഹൊവാർഡ് ഗാർഡനർ ആണ്. ഈ ഒരു കൊട്ടേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ സാധാരണ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്താണ്, അൺഫെയർ ആണ്, എല്ലാവരോടും അൺഫെയർ ആണ് കാണിക്കുന്നതെന്നാണ് പറയുക. കാരണം എല്ലാം ഒരേപോലെ കാണുന്നു, എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഉള്ളത്. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ. ടീച്ചർ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. നമ്മൾ വൺസ് വി റിയലൈസ് ദാറ്റ്, നമ്മൾ ഒരിക്കൽ തിരിച്ചറിയണം എന്ത്, പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഹൈൻഡ്സ് ഓഫ് മൈൻഡ്. നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള മനസ്സുണ്ട്. ഡിഫറെൻറ്റ് ഹൈൻഡ്സ് ഓഫ് സ്ട്രെങ്ത്, പലതരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. സം എന്താണ്, ചിലർ തിങ്കിങ് സ്പേഷ്യലി ആയിരിക്കും ചിലർ ചിന്തിക്കുന്നത്. ചിലർ തിങ്കിങ് ഇൻ ലാംഗ്വേജ്, അവർ ഭാഷയിലായിരിക്കാം ചിന്തിക്കുക. ചിലർ വളരെ ലോജിക്കലാണ്. അതേഴ്സ് ആർ വെരി ലോജിക്കൽ. അതേഴ്സ് നീഡ് ടു ബി ഹാൻഡ്, ചിലർക്ക് സഹായം ചെയ്യുന്നവരായിരിക്കാം.
ആൻഡ് എക്സ്പ്ലോർ ആക്റ്റീവ്ലി, ചിലർ വളരെ ആക്റ്റീവായിട്ടായിരിക്കാം. ദെൻ എഡ്യൂക്കേഷൻ വിച്ച് ട്രീറ്റ്സ് എവരിബഡി ഇൻ സെയിം വേ. പക്ഷേ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കാണുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അത് അൺഫെയർ എഡ്യൂക്കേഷൻ അല്ലേ, അത് തെറ്റായ സമീപനമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം, ബിക്കോസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റലക്ച്വലി എല്ലാവരും ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ തിങ്കിങ് എന്ന വാക്കുള്ളതുകൊണ്ട് നമുക്കറിയാം തിങ്കിങ് സ്പേഷ്യലി, തിങ്കിങ് ലാംഗ്വേജ്, ലോജിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻ്റലിജൻസ് എന്നാണ്. ഇതെല്ലാം നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിൽ പറയുന്നത് ബുദ്ധിപരമായി എല്ലാവരും വ്യത്യസ്തരാണ്, പലരും പലതരത്തിലുള്ള ബുദ്ധിയുള്ളവരാണ്, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു ആശയമാണ് ഈ കൂട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൊവാർഡ് ഗാർണറാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഹൊവാർഡ് ഗാർണർ പറയുന്നുണ്ട് ബുദ്ധി പല തരത്തിലുണ്ട് എന്നാണ് പറയുക. നമ്മുടെ ആളുകളൊന്നും ഒരേപോലെ ബുദ്ധിയുള്ളവരല്ല, എല്ലാവരും പലതരത്തിലുള്ള ബുദ്ധിയുള്ളവരാണ് എന്ന് ഹൊവാർഡ് ഗാർണർ പറയുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൊവാർഡ് ഗാർണർ പറയുന്നത് 9 തരത്തിലുള്ള ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അവസാനത്തെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിനെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 8 തരത്തിലുള്ള ബുദ്ധിയാണ് പ്രധാനമായി ഉള്ളതെന്നാണ് പറയുക. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഹൊവാർഡ് ഗാർണർ പറയുന്നത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, rhythmical and musical intelligence, interpersonal intelligence and intrapersonal intelligence, naturalistic intelligence and existential intelligence. 20ാമത്തെ ചോദ്യം ഇതാണ്. Which type of test item risks the maximum possibility of guessing the answer? A. Matching type, B. Multiple choice type, C. Alternate response type, D. Objective type. ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ സി, ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഗസ് ചെയ്യാനുള്ള മാക്സിമം സാധ്യതയുള്ള ടെസ്റ്റ് ഐറ്റം ഏതാണ്? ഏറ്റവും കൂടുതൽ സാധ്യതയാണ്, മാക്സിമം സാധ്യതയുള്ള, നമുക്ക് ചോദ്യത്തെ ഗസ് അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരം ഗസ് ചെയ്യാവുന്നതിൽ ഏറ്റവും സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നു. മാച്ചിങ് ടൈപ്പ് ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ഓൾട്ടർനേറ്റ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ എന്നാണ്. നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഗസ്സിങ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പാണ്. മാച്ചിങ് ടൈപ്പിൽ നമുക്ക് എല്ലാം ഗസ് ചെയ്ത് എഴുതാൻ സാധിക്കില്ല. മൾട്ടിപ്പിൾ ചോയ്സിന് നമ്മൾ ഗസ് ചെയ്താൽ അത് പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പും നമുക്ക് ഇതുപോലെ തന്നെ പറയാം. എന്നാൽ ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഗസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള ചോദ്യമാണ്. എന്താണ് ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് വൺ ഓഫ് ദി 2 ഓൾട്ടർനേറ്റീവ്സ് ആണ്. ദാറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ, റൈറ്റ് ഓർ റോങ്, ഫാക്ട് ഓർ ഒപ്പീനിയൻ. ഈ ടൈപ്പ് ചോദ്യങ്ങളാണ്. ശരിയോ തെറ്റോ, യെസ് ഓർ നോ ടൈപ്പ് ചോദ്യങ്ങൾ, റൈറ്റ് ഓർ റോങ്, യെസ് ഓർ നോ ഓർ ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പം ശരി തെറ്റ് എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ കൂടുതൽ ഗസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഒന്നുകിൽ കുട്ടി ഒരു 5 ചോദ്യം ട്രൂ ഓർ ഫോൾസ് ചോദിച്ചാൽ 5 ചോദ്യത്തിനും ട്രൂ എന്ന് എഴുതി വെച്ചാൽ ഏകദേശം 1 2 അല്ലെ പകുതിയിൽ കൂടുതൽ ശരിയാവാനുള്ള സാധ്യതയാണുള്ളത്. സോ ഇറ്റ്സ് മെയിൻലി ഫോർ നോളേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ക്യാൻ ബി റിട്ടൺ എ ഹയർ ലെവൽസ്. ശരിക്കും ഹയർ ലെവൽ ഒരു നോളേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ട്രൂ ഓർ ഫോൾസും ഒക്കെ ചെയ്യാൻ പറ്റുക. നോളേജ് ആൻഡ് കോംപ്രിഹെൻസീവ് നോളേജ് വേണം, ഡീറ്റെയിൽഡ് നോളേജ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗസ്സിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.